ദിസ് ഇസ് ട്രാവ്കാപ്പ്. ഈ ലേക്ക് ഞങ്ങൾ വാഗമണിൽ താമസിച്ചൊരു പ്രോപ്പർട്ടിയുടെ ഉള്ളിലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ ലേക്ക് മാത്രമല്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂളും ഈ പ്രോപ്പർട്ടിക്കുണ്ട്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഞങ്ങളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ലിവിങ് വിത്ത് നേച്ചർ അഥവാ പ്രകൃതിയോട് ഇടപഴകി ജീവിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ആ ഒരു ഫീല് നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിവിടെ വരണം. ഇവിടെ ഒരുപാട് ഫ്രൂട്ട് ട്രീസും വെജിറ്റബിൾ ഗാർഡനും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു ടീ എസ്റ്റേറ്റിൻ്റെ ഇടയിലാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് നടന്ന് കാണാൻ ഒരുപാടുണ്ട്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണെങ്കിലും വലിയൊരു ഡൈനിങ് സ്പേസ് ആണ്. ഒരുപാട് ഇൻഡോർ ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ ഈ പ്രോപ്പർട്ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ റിസോർട്ടിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ സമയം പോകുന്നത് അറിയില്ല. കാര്യം അത്രയ്ക്ക് കാര്യങ്ങളാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത്. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇവിടുത്തെ റൂംസാണ്. മഡ് ഹൗസ് മോഡലിലാണ് ഈ റൂംസ് ചെയ്തിരിക്കുന്നത്. മേളിൽ ഓലയൊക്കെ മെനഞ്ഞിട്ട് നല്ല ഭംഗിയാണ്. ഉള്ളിലാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് TV അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. കാര്യം നമ്മളൊരു സിറ്റി ലൈഫിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മൾ നല്ല പ്രകൃതിയോട് ഇടപഴകി നല്ലതായിട്ട് ശാന്തമായിട്ട് ജീവിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വാഗമണിലുള്ള സാജ് ഹൈഡ് ഔട്ടാണ്.